മറ്റൊരു നോമ്പുകാല ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ ധ്യാനിക്കാമെന്ന് കരുതുന്നു. പ്രലോഭൻ അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നോമ്പിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ വായിച്ചു കേട്ട ഒരു വചനഭാഗമാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. ഈ മരുഭൂമിയും ഇസ്രായേൽ ജനം തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ 40 സംവത്സരക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് കാണാം. ഇവിടെയാകട്ടെ വിശന്നിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിട്ടും അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ഈ മരുഭൂമിയിലെ പരീക്ഷ എന്ന ചെറിയ വചനഭാഗത്ത് തന്നെ സാത്താൻ്റെ 3 പ്രലോഭനങ്ങളോടും നോ പറയുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രശസ്ത ഫിലോസഫറായിട്ടുള്ള നീഷെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഓഫ് മാൻ ഈസ് ടു സേ നോ ടു സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങളോട് നോ പറയാനുള്ളതാണ് മനുഷ്യനുള്ള ഏറ്റവും നല്ല കഴിവ്. നോമ്പുകാലമാണ്. പല കാര്യങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ഭക്ഷണ സാധനങ്ങളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മാറി നടക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ 50 ദിവസം കഴിയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഇവയെല്ലാം അതിനേക്കാളും മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക. ഇവിടെ എന്തിനെങ്കിലും നോ എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്ന് 3ആയിട്ട് തിരിക്കുക. അനാവശ്യങ്ങൾ എന്തായാലും നമ്മൾ ഈ നോമ്പുകാലത്ത് ഉപേക്ഷിക്കും. ആവശ്യങ്ങളും ഒരു പക്ഷേ നമ്മൾ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ അത്യാവശ്യമാണെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ടതല്ലേ? 40 ദിവസം ഉപവസിച്ചവന് അപ്പം ഒരു അത്യാവശ്യമായിരുന്നു. എന്നിട്ടും ക്രിസ്തു അത് വേണ്ടാന്ന് വെക്കുകയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച കണക്ക് എല്ലാ വിശപ്പുകളും അപ്പം അർഹിക്കുന്നില്ല. ഇനി നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും സ്വന്തമാക്കാനും ഈ ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ കൂടുതൽ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ചരിത്രം പോലും നമ്മളോട് പറയണതല്ലേ, വെട്ടിപ്പിടിച്ചവൻ്റെയും നേടിയെടുത്തവൻ്റെയും അല്ല, വിട്ടുകൊടുത്തവൻ്റെയും വേണ്ടാന്ന് വെച്ചവൻ്റെയും കൂടിയാണ് ഈ ലോകമെന്ന്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ചില അത്യാവശ്യങ്ങളോടും നമുക്ക് നോ പറയാൻ ശ്രമിക്കാം. കൂടുതൽ മനോഹരമായിട്ട്, കൂടുതൽ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. എല്ലാ വിശപ്പുകളും അപ്പം ആഗ്രഹിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.